അങ്ങനെ നേപ്പാളിൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇരിപ്പുണ്ട്. നേരത്തെ വന്നിരിക്കുകയാണ്, അത് കാരണം കുറച്ച് വെയിറ്റ് ചെയ്യണം. ഡൽഹിയിൽ ലേ ഓവറുണ്ട്, അത് കാരണം ഇവിടുന്ന് നേരെ ഡൽഹിയിൽ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ കാഠ്മണ്ഡുവിലോട്ട് പോകുന്നത്. നല്ല നീണ്ട നിരയാണ്. ആഹാ, എന്തൊരു ഭംഗി. ഇപ്പോൾ 10:15 10 മണിക്കായിരുന്നു ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കയറാൻ പോവാം. വേണ്ട, ബാക്കിൽ കുറേ അലങ്കാരപ്പണികളൊക്കെ ഉണ്ട് ഇവിടെ ഇതിൻ്റെ. അപ്പോൾ ശരി, ബോർഡിങ് ചെയ്യട്ടെ. ബോർഡിങ് പൈലറ്റ് ഇരിക്കുന്നതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാം. അങ്ങനെ ഡൽഹിയിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വിൻഡോ സീറ്റ് കിട്ടാഞ്ഞുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫ്ലൈറ്റിൻ്റെ അകത്ത് വെച്ച്. കാഠ്മണ്ഡുവിലേക്കുള്ള ഫ്ലൈറ്റ് ബോർഡിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കയറാൻ പോവാം. ഈ ഫ്ലൈറ്റിൽ പ്രീമിയം എക്കോണമിയിലേക്ക് അപ്ഗ്രേഡ് കിട്ടി. അപ്പോൾ അത് ആപ്പിൾ ജ്യൂസൊക്കെ തന്നു. കാല് വെക്കാൻ കൂടുതൽ സ്ഥലവും ഉണ്ട്. ഫുഡിന് അവർ മെനു ഒക്കെ തന്നിട്ടുണ്ട്. ഇനി ഇത് നോക്കി എന്തെങ്കിലും പറയണം. കാഠ്മണ്ഡുവിലെത്തിയപ്പോൾ എല്ലാവർക്കും രുദ്രാക്ഷമാല ഇട്ട സ്വീകരണം ഉണ്ടായിരുന്നു. ഇത് എയർപോർട്ടിൽ നിന്ന് നമുക്ക് താമസിക്കാനുള്ള ഹോട്ടലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹോട്ടലിലെ റൂമിൽ നിന്നുള്ള വ്യൂ. ഇതാണ് ബൗദ്ധനാഥ സ്തൂപം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് സ്തൂപങ്ങളിൽ ഒന്നാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. യോധ സിനിമയിലെ ഒരു പാട്ടിൽ ഇതിൻ്റെ മേളിൽ നിന്നാണ് ഇവർ ഡാൻസ് കളിക്കുന്നത്. പ്രാവിൻ്റെ കൂട്ടാണല്ലോ ഇവിടെ. എൻ്റെ അമ്മോ, ടൺ കണക്കിന് പ്രാവ്. ഇത് ഇവിടെ പശുപതി എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ വന്നതാണ്. ഭയങ്കര തണുപ്പ്. അകത്തൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല, ഫോൺ എടുക്കാനേ സമ്മതിക്കത്തില്ല. ഭയങ്കര തണുപ്പാണ്. വായിൽ കൂടെ പുകയൊക്കെ വരും. കാണത്തില്ലല്ലേ ഇതിൽ? ഇതാണ് അതിൻ്റെ പുറത്തുള്ള. കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അത് അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ പൊഖാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാൻ പോവാണ്. നല്ലൊരു ചെറിയ ഫ്ലൈറ്റിലായിരിക്കും പോകുന്നത്. 200 കിലോമീറ്ററാണ്. അപ്പോൾ ഇനി അവിടെ പോകുമ്പോൾ എൻ്റെ എല്ലാ പണി നോക്കാം. നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് പോഖറയിലേക്കുള്ള ഫ്ലൈറ്റ്. അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഈ പോഖറ എന്ന് പറയുന്ന സ്ഥലത്തിനെ പറ്റി യോധ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണിച്ചു തരാം. കുട്ടിമാമനും ഡോൾമ അമ്മായിയുടെ അനിയത്തി ഉക്രയുടെ കല്യാണം ഉറപ്പിക്കാൻ പോക്കറയ്ക്ക് പോയിരിക്കുക. ഇതാണ് നമ്മൾ കയറുന്ന ഫ്ലൈറ്റ്. ചെറുതാണ്. അവിടെ ഒരെണ്ണം പോകാൻ വേണ്ടി നിൽപ്പുണ്ട്. ഭയങ്കര സൗണ്ടാണ്. Selamat datang Pembaca Kapten Dinas Adhikari Radio dan Kermasyaria Nyalihis. എൻ്റെ അമ്മേ,
ഇതാണ് ഗുപ്തേശ്വർ മഹാദേവ് കേവ്. ഇതിൻ്റെ അകത്തൊരു വാട്ടർഫാളൊക്കെ ഉണ്ട്, പിന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ആ കാണുന്ന വാതിലിൽ കൂടെ വേണം കേവിലോട്ട് കയറാൻ. വെളിച്ചമില്ല, വെള്ളം ഒഴുകുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം. അവിടെ വെളിച്ചമുണ്ടല്ലോ, ഇവിടെ കാണാം. ഈ കേവിനകത്തെ കല്ലിലൊക്കെ വെള്ളം വീണ് ഒരുപാട് കുഴികളായിരിക്കുകയാണ്. പലതരം ഡിസൈനിൽ കുഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതൊരു സൺറൈസ് വ്യൂയിങ് പോയിന്റ് ആണ്. മഞ്ഞുമലകളൊക്കെ കാണുന്നുണ്ട് ദൂരെ. നല്ല തണുപ്പ്. ഇവിടെ നിന്ന് നോക്കിയാൽ പോഖറ സിറ്റിയുടെ മുകളിൽ ഇങ്ങനെ മേഘം മൂടി നിൽക്കുന്നത് കാണാം. ഇവിടെ നിന്നിപ്പോൾ ഈ കാണുന്നത് അന്നപൂർണ ആൻഡ് മച്ചാപുച്ചറ മൗണ്ടൻ റേഞ്ചസ് ആണ്. അതങ്ങനെയാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിത് ഇവിടെ എഴുതി വയ്ക്കാം. നേരിട്ട് കാണുന്നത് പോലെ ക്യാമറയിൽ അങ്ങനെ കിട്ടുന്നില്ല. ശരിക്കും സൺലൈറ്റ് ആ മൗണ്ടൻസിൽ ഇങ്ങനെ വീഴുമ്പോൾ ഗോൾഡൻ കളറാണ് വരുന്നത്. പക്ഷേ ഫോണിലെ ക്യാമറയിൽ കുറച്ചുകൂടെ വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇത് ഞാനും ബാക്ക്ഗ്രൗണ്ടും എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ചുറ്റിച്ച് വെറുതെ എടുത്തു. നല്ല തണുപ്പായിരുന്നു. സ്വെറ്ററൊന്നും എടുത്തില്ലായിരുന്നു. തെർമൽസിൻ്റെ ഒരു ടീഷർട്ട് ഇട്ടു. അതിൻ്റെ മുകളിലാണ് ഫുൾ സ്ലീവ് ടീഷർട്ട് ഇട്ടു. ഇതാണ് ഫെവാ ലേക്ക്. ഈ ലേക്കിൻ്റെ നടുക്ക് ചെറിയൊരു ദ്വീപുണ്ട്. അതിലൊരു അമ്പലമുണ്ട്. താൾ ബരാഹി ടെമ്പിൾ എന്നാണ് എൻ്റെ പേര്. വള്ളത്തിൽ കയറി വേണം അങ്ങോട്ട് പോകാൻ. ഇവിടെ നിന്ന് നോക്കിയാൽ മേഘത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ രാവിലെ കണ്ട മഞ്ഞുമലയൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഡേവിസ് ഫോൾസ് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം. ഇന്നലെ നമ്മൾ കേവിൻ്റെ അകത്ത് കണ്ട വെള്ളച്ചാട്ടം ഇത് തന്നെയാണ്. ഇത് ഇവിടെ നിന്ന് ഒഴുകിയാണ് നേരെ കേവിൻ്റെ അകത്തേക്ക് പോകുന്നത്. നേരെ ആ കുഴിയുടെ ഗുഹയുടെ അകത്തോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നല്ല താഴ്ച കാണത്തില്ല. ഇവിടെ നിന്ന് പോഖറയിൽ നിന്ന് തിരിച്ച് കാഠ്മണ്ഡുവിലേക്ക് ബസ്സിലാണ് പോകുന്നത്. ഇതാ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോൾ കണ്ട സ്ഥലമാണ്. കാഠ്മണ്ഡുവിലേക്ക് പോകുന്ന വഴിക്ക് മനകാമന എന്ന് പറയുന്ന ഒരു ടെമ്പിളുണ്ട്. അവിടെയും കൂടെ കയറാനുണ്ട്. ഈ മനകാമന എന്ന് പറയുന്ന അമ്പലം ഒരു മലയുടെ മുകളിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ കേബിൾ കാറുണ്ട്. അതിൽ കയറാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ നിപ്പ് തുടങ്ങിയിട്ട്. നേപ്പാളിലെ ന്യൂ ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള ശനിയാഴ്ചയായിരുന്നു ഈ ദിവസം. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. നിന്ന് തുടങ്ങിയപ്പോൾ അറിഞ്ഞില്ല 4 മണിക്കൂർ നിൽക്കേണ്ടി വരുമെന്ന്. ക്യൂവിൻ്റെ ഇടയിൽ ചില ഹിന്ദിക്കാരൊക്കെ ഇടയ്ക്ക് കയറാൻ നോക്കി. അവരെ നമ്മൾ തള്ളി പുറത്താക്കി. കുറച്ച് ബഹളമൊക്കെ ആയിരുന്നു. കുറേ പേരിടയ്ക്ക് കയറുന്നുണ്ടായിരുന്നു. ഇതാണ് ക്യൂവിൻ്റെ അവസാന ഘട്ടം. ഈ ബിൽഡിങ്ങിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈനായിട്ട് പോകണം. അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം 2:45 കേബിൾ കാറിൽ കയറാറായി. ഞങ്ങൾക്ക് തൊട്ട് മുന്നേ ഉള്ള കേബിൾ കാറിൽ ഇവർ കുറേ ആടുകളെ കയറ്റി വിടുന്നുണ്ടായിരുന്നു. ഈ മനകാമന എന്ന് പറയുന്ന അമ്പലത്തിൽ ആടിനെ ബലി കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വിടുന്നത്. കേബിൾ കാർ ഒരു സൈഡ് തന്നെ 2.2 കിലോമീറ്റേഴ്സ് ഉണ്ട്.
അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം. ഇറങ്ങാൻ റെഡി ആയിക്കോ. ഇതാണ് മനകാമന എന്ന് പറയുന്ന അമ്പലം. കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട് ഒരു കുന്നിൻ്റെ മുകളിലേക്ക്. നേരത്തെ പറഞ്ഞ പോലെ നല്ല തിരക്കുണ്ട് ഇവിടെ. അമ്പലത്തിനകത്തോട്ട് കയറിയാൽ പിന്നെയും 2 മണിക്കൂർ പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അകത്തേക്ക് കയറിയില്ല. അകത്തോട്ട് കയറിയാൽ വീഡിയോസൊന്നും എടുക്കാനും പറ്റത്തില്ല. ഇതാണ് കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. ക്യൂവിൽ കുറേ സമയം പോയത് കാരണം അധികം നേരം ഇവിടെ നിന്നില്ല. ഉടനെ തന്നെ ഇറങ്ങി ഇവിടെ നിന്ന്. തിരിച്ചു പോകാൻ കേബിൾ കാറിൽ കയറാനുള്ള ക്യൂ ആണിത്. ഒരു അരമണിക്കൂർ നിന്നിട്ടാണ് വീഡിയോ എടുത്തത്. ഇതാണ് കേബിൾ കാർ വർക്ക് ചെയ്യുന്നതിൻ്റെ മെക്കാനിസം. വലിയ മോട്ടറോ എൻജിനോ എന്താണ്ടുണ്ട്. അങ്ങനെ അവസാനം തിരിച്ച് കേബിൾ കാറിൽ കയറി. ഇങ്ങോട്ട് വന്നപ്പോൾ 4 മണിക്കൂറായിരുന്നു ക്യൂ. പക്ഷേ തിരിച്ച് 2.5 മണിക്കൂറാണ് നിന്നത്. ഇത് താഴോട്ടിറങ്ങുമ്പോൾ നല്ല സ്പീഡാണ്. പിന്നെ ഓരോ പില്ലറ് കഴിയുമ്പോഴും നല്ല കുലുക്കമുണ്ട്. അപ്പോൾ ഇനി താഴേക്ക് ഇറങ്ങുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ തിരിച്ച് താഴെ എത്തി. നല്ല സ്പീഡിലാണ് താഴേക്ക് വരുന്നത്. അതുകൊണ്ട് നിർത്തുമ്പോൾ നല്ല കുലുക്കമുണ്ട്. ഇത് കാഠ്മണ്ഡുവിലെ പട്ടാൻ ദർബാർ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന വഴിക്കുള്ളൊരു കുളമാണ്. ഇവിടെ പഴയ കൊട്ടാരവും മ്യൂസിയം ഒക്കെ ഉണ്ട്. ഇതങ്ങോട്ട് നടന്നു പോകുന്ന വഴിയാണ്. ബിൽഡിങ്ങുകളൊക്കെ ഭയങ്കര പഴയതാണ് ഇവിടുത്തെ. അവിടെ 2 പെണ്ണുങ്ങൾ മൊബൈൽ വെച്ചിട്ടാണ്.
ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? ഇതിനകത്ത് കയറി നിന്നിട്ടാണ് യോധയിലെ വില്ലൻ വാള് വീശി കളിക്കുന്നത്. ഇതാണ് സ്വയംഭൂനാഥ സ്തൂപം, മങ്കി ടെമ്പിൾ എന്നും പറയും. എൻ്റെ അമ്മ അതാരറിഞ്ഞ മേളിന്ന പേര് പോലെ തന്നെ കുറേ കുരങ്ങന്മാരുണ്ട് ഈ അമ്പലത്തിൽ. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്. ഈ അമ്പലം ഒരു കുന്നിൻ്റെ മേളിലായതുകൊണ്ട് സിറ്റി മൊത്തം കാണാം. ഇത് അമ്പലത്തിൻ്റെ തൊട്ട് പുറത്ത് വെച്ചെടുത്ത വീഡിയോ ആണ്. ഒരു കുരങ്ങൻ ആരുടെയോ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത ഐസ്ക്രീം ആയിരിക്കണം, അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് തമേൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ഒരുപാട് കടകളുണ്ട്. ഇവിടുത്തെ ഷോപ്പിംഗ് ആണ് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ആക്ടിവിറ്റി. നാളെ ഫുള്ള് ട്രാവലായിരിക്കും. അടുത്ത ദിവസം രാവിലെ നമ്മൾ കാഠ്മണ്ഡു എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് എയർപോർട്ടിലെ ബസ്സിനകത്തു നിന്നുള്ള കാഴ്ച. ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിൽ. എവറസ്റ്റ് ബേസ് ക്യാമ്പ് വിസിറ്റ് ചെയ്യാൻ എത്തുന്നവരായിരിക്കും കൂടുതൽ. ഇതാണ് നമ്മൾ ഇവിടുന്ന് ഡൽഹിക്ക് പോകുന്ന പ്ലെയിൻ. നല്ല സൗണ്ടാണ് ഇതിനടുത്ത് നിൽക്കുമ്പോൾ. നമ്മൾ പോക്കറയ്ക്ക് പോയ പോലത്തെ ഒരു ചെറിയ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതാണ്. ഈ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് എക്സ്ട്രാ ചെക്കിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ബാഗ് ഒന്നുകൂടെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാഠ്മണ്ഡുവിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് നോക്കിയാൽ ദൂരെ മഞ്ഞുമലകളൊക്കെ കാണാമായിരുന്നു. വീഡിയോയിൽ അത്ര ക്ലിയർ ആവുന്നില്ല. ഞാൻ അടുത്ത 2 ഫോട്ടോസ് കാണിക്കാം. ഇനിയിപ്പോൾ ഡൽഹിയിലെത്തിയിട്ട് അവിടെ നിന്ന് ബാംഗ്ലൂർ പോകും. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് രാത്രിയാകും എത്തുമ്പോൾ. എല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ കാണിക്കാം. ഏകദേശം രാത്രി 9:30 ആയപ്പോൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദിവസം ഫുൾ ട്രാവലായിരുന്നു. അങ്ങനെ ഈ വീഡിയോ ഇവിടെ തീർന്നു വരികയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ആദ്യം ലൈക്ക് അടിക്കുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോൻ്റെ സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ വേണ്ടയോ എന്നൊക്കെ കമൻറ്റിൽ എല്ലാവരും ഇട്ട് വയ്ക്കുക. അതിനനുസരിച്ച് വേണം അടുത്ത വീഡിയോസൊക്കെ ചെയ്യാൻ. അപ്പോൾ ശരി, ബൈ.